ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയടിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് BR റാങ്ക് പുഷിംഗ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ബെർമുഡ മാപ്പാണ് അപ്പോൾ നമുക്ക് എത്ര പ്ലസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. BR ഒക്കെ കളിക്കാൻ നേരത്ത് ഫുള്ള് മൈനസാണ്. ഇത് പറഞ്ഞ് ഞാൻ മടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ കയറാവുന്നതാണ്. അപ്പോൾ നമ്മളിതേ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആഴ്സണലിൻ്റെ സൈഡിൽ ഇറങ്ങാം. ആഴ്സണലിൽ ഇറങ്ങി അവിടെ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ ലൂട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു മുൻകൈയാവും. പിന്നെ നമുക്ക് ലൂട്ട് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും സർവൈവ് ചെയ്ത് കളിച്ചാൽ മതി. ലാസ്റ്റ് ആകുമ്പോൾ കയറി വന്നടിച്ച് നമുക്ക് ബൂയി എടുക്കാം ബൂയി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ആഴ്സണലിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ, എനിമീസിനെ ഒന്നും കാണുന്നില്ല. എനിമിയൊന്നും ഇല്ലേ? എനിമിനെ ഒന്നും കാണുന്നില്ലല്ലോ. എനിമി ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ താണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇതെന്ത് വരുന്നു. ഓക്കെ, അത് ഉപയോഗിച്ച് നമ്മൾ MP5ഉം ഹീൽ സ്നൈപ്പറും മെഡിക്കിറ്റും എനർജൈസറും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ MP5 കൊണ്ട് ഇത് കുത്തി തുറക്കാൻ നോക്കുവാണ്. അത് പോകുന്നില്ല. ഹീൽ സ്നൈപ്പർ കൊണ്ട് നമുക്കൊരു ഹീൽ സ്നൈപ്പർ കൊണ്ട് ഞെക്കി കഴിയുമ്പോഴത്തേക്കും അത് വരുന്നതായിരിക്കും. ഓക്കെ, ലെവൽ 4 വെസ്റ്റ് ഉണ്ട്. നല്ല ഗൺസൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഞാൻ വല്ല ഗ്രോസയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു വന്നത്. ഗ്രോസയൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് MP5 വെച്ച് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിമീനെയൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. എന്തായാലും നമുക്കൊരു നല്ല കാര്യമായി. ഓക്കെ അപ്പോൾ നമുക്ക് ലൂട്ടെല്ലാം സെറ്റാണ്. ഇപ്പോൾ ലെവൽ 4 വെസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല ഗൺസും കൂടെ കിട്ടിയാൽ മതി. പിന്നെ ഒരു സൈലൻസറും ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ സെറ്റാവും. ഓക്കെ, നമ്മൾ ആ M60 എടുത്തിട്ടുണ്ട് എനിക്ക് ഇത് വെച്ചൊന്നും നന്നായിട്ട് കളിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ SMG ഗണ്ണും പിന്നെ AR ഗണ്ണിൽ ഇതേ ഒരു എനിമി അവിടെ ഒന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. നമുക്ക് അവനെ ഇപ്പം തന്നെ പോയി തല്ലിയിടാം അവനിപ്പോൾ ലൂട്ടൊന്നും കാണത്തില്ല, വന്ന് ഇറങ്ങിയതേ കാണുള്ളൂ. ഓക്കെ, അവൻ നമ്മളെ കണ്ടില്ല. ഓക്കെ മണ്ടനാണോ അവൻ? ഓക്കെ, നമ്മളെന്തായാലും ജയിച്ചിട്ടുണ്ട്. അതേതോ ബോട്ടാണെന്ന് തോന്നുന്നു MP40 അങ്ങാണ്ടിരുന്നിട്ടല്ലേ അവനെന്തോ G18 അങ്ങാണ്ട് വെച്ച് നമ്മളടിച്ചത്. എന്തോ. ഓക്കെ നമ്മളിനി ലെവൽ 3 വെസ്റ്റ് ഒന്നും വേണ്ട നമുക്കിപ്പം. ലെവൽ 3 വെസ്റ്റ് അത് ലെവൽ 3 ഹെൽമെറ്റ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ ലെവൽ 3 ഹെൽമെറ്റ്. ഓക്കെ നമ്മൾ SKS എടുത്തിട്ടുണ്ട്. പാരാഫാൾ കഴിഞ്ഞിട്ട് ഇതാകുമ്പോൾ 2 ഞെക്കാമല്ലോ. എനിക്ക് SKSന് ഗൺസ്കിൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ട്. എനിക്ക് പണ്ടില്ലായിരുന്നു SKSന്. ഇല്ലേ? അതുണ്ടാടാ. എന്തേലും ആവട്ടെ. എന്തായാലും നമുക്ക് പണ്ട് എനിക്ക് SKSന് ഗൺസ്കിൻ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ SKSൻ്റെ ഗൺസ്കിൻ ഏതാണ്ട് കമൻറ്റ് ചെയ്യുക. ഇതാണ്ട് ഒരുത്തം വരുന്നത് 54 എടാ. ഓക്കെ, അവൻ്റെ വണ്ടി നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് തല കിട്ടുമോ നോക്കാം. അവൻ്റെ തല കിട്ടുവാണെങ്കിൽ തല നോക്കി അടിക്കാം ഓക്കെ, 129 എൻ്റെ പൊന്നു. അവൻ എനിക്കിട്ടും നല്ല ഞെക്കി കേട്ടാ. അത് ഏത് കണ്ണുകൊണ്ടാണ് അവൻ അടിച്ചെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു AWM ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നിൽക്കുന്ന അത്രയ്ക്ക് സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അടി കൊള്ളും. ഓക്കെ, ഒന്നുകൂടെ സ്കോപ്പിട്ട് നമുക്ക് കണ്ട സൈഡിൽ നിന്നൊക്കെ അടിക്കണം. ഇവിടെ നിൽക്കുന്ന ഒട്ടും സേഫല്ല. ഞാനതുകൊണ്ട് ഇവിടുന്ന് മുങ്ങാൻ പോവാണ് ഓക്കെ, നമ്മളെ അടിച്ചിട്ടിട്ടില്ല. നമുക്ക് ദിമിത്രി ഉണ്ടല്ലോ. ഓക്കെ നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റവന്മാർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് എടുക്കുവാണ്. ഇല്ല, അവൻ എൻ്റെ തൊട്ട് സൈഡിലുണ്ട് കേട്ടോ. മെഡിക്കിറ്റും റിപ്പയർ കിറ്റും അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ ആ ഒരു എന്തുവായിരുന്നു അതിൻ്റെ പേര്? ഒന്നിൻ്റെയും പേരൊന്നും ഓർമ്മയില്ല. ഇതെന്തുവായിരുന്നു? സിപ്പ് ലൈൻ പിടിച്ച് നമ്മൾ പോവാണ് നമുക്ക് നേരെ ഇവിടുന്ന് പീക്കിലോട്ട് വെച്ച് പിടിക്കാം. അവന്മാർ തമ്മിൽ അവിടെ ഫൈറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊന്ന് സ്കോപ്പിട്ട് അടിച്ച് നോക്കാം. ഓക്കെ, ഇതൊരു സേഫ് പ്ലേസ് ആണ്. ഇവിടെ നിന്നൊന്ന് സ്കോപ്പിട്ട് നോക്കാൻ നേരത്ത് വല്ല OC-കിലോ വല്ലതും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ, എൻ്റെ പൊന്നോടാ. എവിടെ നിന്നൊക്കെയാടാ? ഞാൻ എൻ്റെ നൈരി ക്യാരക്ടർ എടുത്ത് മാറ്റി. നൈരി ക്യാരക്ടർ ഉണ്ടായിരുന്ന ഇപ്പോൾ 2 ഗ്ലൂ വാൾ വഴി ഇത്തിരി HP കിട്ടി. അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ എന്തൊക്കെയോ ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. അതെനിക്ക് പോലും ഓർമ്മയില്ല ഏതൊക്കെയാണ് എടുത്തിട്ടേന്ന്.
എന്തായാലും ദിമിത്രിയും സോണിയയും നമ്മൾ മാറ്റത്തില്ല കേസ്. ദിമിത്രി ഞാനിപ്പോൾ ലെവൽ 20 സോണോ 28 എങ്ങാണ്ടായി. അപ്പോൾ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കേസ്. ഇത് നമ്മൾ പീക്കിലോട്ട് എത്തിയിട്ടുണ്ട്. പീക്ക് വന്നിട്ട് വല്ല ഗ്രോസോ വല്ലതും മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഗ്രോസൊക്കെ 400 FF കോയിനാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നൊരു 200 FF കോയിനും കൂടെ കിട്ടി. ഇതാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഗൺ P90 കിട്ടിയിട്ടുണ്ട് കേസ്. ഈ എനിമിയൊക്കെ വന്നാൽ അവൻ്റെ തല നമുക്ക് അടിച്ച് പൊളിക്കാം കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലെവൽ 4 വെസ്റ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇനി വെസ്റ്റ് മേടിക്കേണ്ട കാര്യമില്ല, ലെവൽ 3 മേടിക്കണ്ട. അപ്പോൾ നമുക്കിനി ഓക്കെ ഫ്രീ ആയിട്ടൊരു സൂപ്പർ മെഡിക്കറ്റും നമ്മുടെ ഗ്രോസയും മേടിച്ചിട്ടുണ്ട് കേസ്. നമ്മൾ ഏകദേശം ഫുൾ സെറ്റാണ്. പക്ഷേ ആ ഒരു ഫോറസ്റ്റ് സ്കോപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഇതാവും ഗൈസ്. ഇപ്പോൾ ഫോറസ്റ്റ് സ്കോപ്പ് തപ്പിയിട്ടാണ് ഞാൻ ഈ നോക്കുന്നത്. ഇപ്പോഴും ഫോറസ്റ്റ് സ്കോപ്പൊന്നും കിട്ടിയില്ല. എന്തൊക്കെയോ ഗെയിൻ ചെയ്ത പോലെ കാണിച്ചല്ലോ, അത് ഫോറസ്റ്റ് സ്കോപ്പ് ആണോ എന്നാണ് ഞാൻ ഈ നോക്കുന്നത്. ഫോറസ്റ്റ് സ്കോപ്പ് അല്ല. ഇനി വെറുതെ ബാഗിലൊക്കെ പോയി നോക്കാനൊന്നും എനിക്ക് കഴിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഭീമശക്തി സ്ട്രിപ്പിലോട്ട് പോകാമെന്നാണ്. ഭീമശക്തി സ്ട്രിപ്പിലോട്ടാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, സോൺ അങ്ങോട്ടാണ് കേസ് വരുന്നത്. ആ വെള്ള വര കണ്ടോ മാപ്പിൽ? അങ്ങോട്ടെങ്ങാണ്ടാണ് സോൺ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് വല്ലതും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഗുണകരമാവും കേസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ലതും പോയിരുന്ന് നമുക്ക് സർവൈവൽ ഗെയിം പ്ലേ നോക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഇവിടെ ഇരുന്ന് ലൈവൊക്കെ കുറച്ച് അവസാനം നമ്മൾ കയറി അടിക്കാറുണ്ട്. ഇപ്പോൾ കേസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഗിൽഡിൽ കയറാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗിൽഡിൽ കയറുക. കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യമേ പറയുന്നുള്ളൂ, ആക്റ്റീവ് പ്ലെയർ ആയിരിക്കണം. അല്ലാതെ വലുതായിട്ടൊന്നും ഞാൻ ഒരു ഇതും വെക്കുന്നില്ല. അപ്പോൾ 10 ലെവലിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ കയറാവുന്നതാണ്. പിന്നെ ഒരു മലയാളി പ്ലെയറും ആയിരിക്കണം നിങ്ങൾ. ഇത്രയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ കയറാവുന്നതാണ്. പിന്നെ ഗിൽഡ് മേറ്റ്സുമായിട്ടൊക്കെ നന്നായിട്ട് തന്നെ പോകണം. ആ റിക്രൂട്ട്മെൻറ്റ് വീഡിയോയുടെ താഴെ ചെന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി, എനിക്ക് ഗിൽഡിൽ കയറാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഹായ് ഞാൻ ഗിൽഡിൽ കയറും എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇൻവൈറ്റ് അടിക്കാം. ഗിൽഡിലോട്ടല്ല, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം. എന്നിട്ട് നിങ്ങളെ ഞാൻ ഗിൽഡ് ഇൻവൈറ്റ് അടിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഗിൽഡിലോട്ട് ജോയിൻ റിക്വസ്റ്റ് ഇട്ടാൽ മതി. എൻ്റെ നിക്ക് നെയിം sportsman_, വൈയും ടിയും ക്യാപിറ്റലാണ്. സ്പോർട്സ്മാൻ എന്ന ഈ ചാനലിൻ്റെ പേര് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അടിച്ചാൽ മതി. എന്നിട്ട് ഒരു _ ഇടുക. എന്നിട്ട് വൈയും ടിയും ക്യാപിറ്റൽ എന്ന് അടിച്ചാൽ 55 ലെവലുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ അക്കൗണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഗെയിം പ്ലേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും എനിമീനെ ഒന്നും കാണുന്നില്ല. ലൈവ് 20 കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് 1 കില്ലുണ്ട്. എന്തായാലും ഇനി പ്ലസ് കിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ സർവൈവൽ ഗെയിം പ്ലേ ഒക്കെ കളിച്ചാൽ മതി. വെറുതെ എന്തിനാ പുറത്തോട്ടൊക്കെ പോയി അടിയൊക്കെ മേടിച്ച് ചത്തിട്ട് അവസാനം മൈനസ് അടിക്കണം. ഓക്കെ ഗൈസ്, എനിമീനെ ഒന്നും കാണുന്നില്ല. ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് കണ്ടാ. ഈ ഇമോട്ടിൻ്റെ പേരെന്തോ, എനിക്ക് ഇമോട്ടിൻ്റെ ഒന്നും പേരറിയത്തില്ല. ഒരു ഹീറോയിക് ഇമോട്ടുണ്ട്, അതിൻ്റെ പേര് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഈ ഇമോട്ടിൻ്റെ പേരൊന്നും നോക്കത്തില്ല, ജസ്റ്റ് ക്ലെയിം ചെയ്ത് അങ്ങോട്ട് വെക്കത്തേ ഉള്ളൂ. ഓക്കെ, മാക്ടണൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് മാക്ടണൊന്നും വേണ്ട. നമ്മുടെ V90 ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് മാക്ടണും ഉണ്ട്. MP5 ലെവൽ 1 ഉണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. അവിടെ ഭീമശക്തി സ്ട്രിപ്പിൽ എന്തൊക്കെയോ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ അത് ഓക്കെ ഗൈസ്, അവിടെ 2 ഞെക്ക് 37, 22, 24. ഓക്കെ 9. എടാ സ്കോപ്പില്ല. ഓക്കെ ഗൈസ്, സ്കോപ്പിട്ട് അടിച്ചപ്പോൾ 37 വെച്ച് പോയി. പക്ഷേ അവൻ ചത്തില്ല. സ്കോപ്പില്ലാതെ അടിച്ചപ്പോഴത്തേക്കും 10 വെച്ച് പോയി. അപ്പോൾ അവൻ ചത്തു. ഓക്കെ, ഇപ്പോൾ അവിടെ എനിമീന് ഓക്കെ ഗൈസ്, നമുക്കൊരു ഗ്രോസ എക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രോസ എക്സും കിട്ടിയിട്ടുണ്ട്. സ്കോപ്പും കിട്ടിയിട്ടുണ്ട്. അത് P90 എടുക്കാൻ പറ്റുള്ളൂ. ഹീൽ സ്നൈപ്പർ ഇരിപ്പുണ്ട്. ഈ ഹീൽ സ്നൈപ്പർ അല്ല, ഹീൽ പിസ്റ്റൽ. അതുകൊണ്ടുള്ള വലിയ ഉപകാരമൊന്നുമില്ല, എന്നാലും അതെടുത്ത് വെച്ചേക്കാം. ഓക്കെ, അവിടെ ഒരുത്തൻ അതിൻ്റെ ലൂട്ട് തപ്പാൻ വന്നതാണെന്ന് തോന്നുന്നു. അവന്മാർ തമ്മിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി അവൻ്റെ കില്ലും കൂടെ എടുത്തിട്ട് നമ്മൾ ദാണ്ട് ഇങ്ങോട്ട് വന്നിരിപ്പുണ്ട്. അപ്പോൾ ലൈവ് 14 കുറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 കില്ലുള്ളത്. ഓക്കെ, നമ്മുടെ പുറകിൽ എന്തോ എനിമിയുണ്ട്. പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ 3 കില്ലുള്ളത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ആരെങ്കിലും അടിച്ചിട്ടാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ആ ഫ്രണ്ടിൽ അവിടെ ഒരു വെസ്റ്റ് കിടപ്പുണ്ട്. നമുക്കെന്തിനാ വെസ്റ്റ്? അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. MP5 ലെവൽ 1 അവിടെ ഇരിപ്പുണ്ട്. മാക്ടണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എനിമിനെ ഓക്കെ ഒരു പ്രോ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ അത് തന്നെയാടാ. അവൻ്റെ തലക്കിട്ട് കൊണ്ടിരുത്തി അവനിപ്പോൾ ചത്തേനെ. ഓക്കെ, അവനെവിടെ ഗ്ലൂവാലിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു ഗ്രനേഡ് വലിച്ചെറിഞ്ഞ് നോക്കാം. ഓക്കെ, ഗ്രനേഡ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനറിഞ്ഞ ഒരു ഗ്രനേഡ് കൃത്യമാകത്തോട്ട് പോകുന്നത്. അവനത് പൊളിച്ചവൻ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ടല്ലേ പോയത് ഗ്രനേഡ്. ഓക്കെ, അവനവിടെ ഗ്ലൂവാലിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.